വ്യവസ്ഥ എഴുതേണ്ടതല്ലേ? മാല വരാൻ പാടില്ലല്ലോ, മൗലിദല്ലേ അതിൽ വരാൻ പറ്റുള്ളൂ. മാല ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാല ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാല ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വ്യവസ്ഥക്ക് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഏത് മാലയെക്കുറിച്ചും ആരുടെ മുമ്പിലും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത് നമ്മൾ എഴുതിയ ഈ സിറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ അവിടെ പിന്നെ മാല കടന്നു വരാൻ പറ്റൂല. അവർ മാല കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നു ഇത് മാത്രമല്ല, അതുമായി കണ്ടോ. അപ്പൊ ആ വ്യവസ്ഥയിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മധ്യസ്ഥനായി നിന്നിരുന്ന ആ ടീമിൽപ്പെട്ട ഒരാൾ അത് തുറന്നു പറഞ്ഞു, ശരിയാണ്, അതിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. മാല നമ്മളെ വിഷയം മൗലിദ് പാരായണം. ആ നിലക്ക് ഇതിൽ മാല എന്നുള്ളൊരു വാക്കാണ് ഇതിൽ അബദ്ധമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ മാല എന്നുള്ള വാക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് മുജാഹിദ് വിഭാഗത്തിന് കുഴപ്പമുണ്ടോന്നാണ്. അപ്പൊ മാല ചർച്ചാ വിഷയമാകുന്നതിൽ പിന്നെ മറുപക്ഷത്തിന് വളരെ വിഷമം തോന്നുന്നു എങ്കിൽ ഒഴിവാക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമല്ല. ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. പക്ഷെ ഇവിടെ എഴുതിയത് മൗലിദ് പാരായണം എന്നാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കണ്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, പക്ഷെ വ്യവസ്ഥയിൽ അത് പെട്ടിട്ടില്ല. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, അപ്പൊ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശുദ്ധ നുണ മാത്രമാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇനി നിങ്ങൾക്കറിയോ വേറെ ഒരു പ്രചാരണം മുജാഹിദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ ആകെ 5 മൗലിദ് മാത്രമേ ഞങ്ങൾ സുന്നികൾ അംഗീകരിക്കുന്നതുള്ളൂ എന്ന് അലവി സക്കാഫി പറഞ്ഞു എന്ന് നാടായ നാട് മുഴുവനും വഹാബികൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദ് ഏതൊക്കെയാണ് എന്ന് മധ്യസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു. നിങ്ങൾ അംഗീകരിക്കുന്ന മൗലിദിന്റെ ലിസ്റ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താ, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് കുറച്ചൊന്നല്ല, ലക്ഷക്കണക്കിന് മൗലിദ് ഉണ്ട്. എങ്ങനെ അത് ലിസ്റ്റ് ആക്കുക എന്നാ ഞാൻ പറഞ്ഞത്. ആകെ 5 മൗലിദ് അംഗീകരിക്കൂ എന്നല്ല, ഇത് ഉണ്ടായിട്ട് പച്ച നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുകയാണ് മുജാഹിദുകൾ. കേട്ടോളൂ നിങ്ങൾ അന്ന് നടന്ന സംഭവം. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിനുണ്ട്. ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിനുണ്ട്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിനുണ്ട്. ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിനുണ്ട്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിനുണ്ട്. ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിനുണ്ട്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂൽ ഉണ്ടാക്കും ചെയ്യാമോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കൾ എഴുതിയതിന്റെ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ അത് വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ കോലത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാണ്ട് ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ വെച്ച് ചോദിക്കും, പറയും. അതാണ് വ്യവസ്ഥ. അതൊക്കെ പാടെ ഇവിടെ പറയണം എന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാ ഞങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കായ മൗലിദുകളുണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന 3 മൗലിദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര ഇമാമുകൾ, ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ, അതെല്ലാം കൂടി ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞാൽ വിട്ടിത്തണത്. അതാ ചോദ്യം അപ്രസക്തമാണ്. അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാദപ്രതിവാദം ചെയ്യാൻ റെഡിയാണ്. കേട്ടില്ല നിങ്ങൾ? ഇതാ ഞാനങ്ങൾ പറഞ്ഞത്. അല്ലാതെ ആകെ 5 മൗലിദുള്ളൂ എന്നല്ല പറഞ്ഞത്. ഇത് ഈ സത്യം അവിടെ ഉണ്ടായിട്ട് പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് നുണ പ്രചരിപ്പിക്കുകയാണ് മുജാഹിദുകൾ. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു ദുഷ്പ്രചരണം എന്താണെന്ന് അറിയോ? ഇവിടെ മുജാഹിദ് സുന്നികൾ എന്തു ചെയ്തു? ഈ സംവാദ വ്യവസ്ഥയിൽ ഒരു മൗലിദ് കിതാബ് തള്ളി എന്നാണ് പുതിയ വേറൊരു പ്രചാരണം. മൗലിദ് കിതാബ് ഒന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങളന്ന് പറഞ്ഞത് എന്താ, എല്ലാ മൗലൂദും കൂടി വാദപ്രതിവാദം ചെയ്യാൻ ഒരു വ്യവസ്ഥ, ഒരു വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞങ്ങളന്ന് പറഞ്ഞതാ. ആ മധ്യസ്ഥന്മാർ ചോദിച്ചു, ഞങ്ങളെ നാട്ടിൽ 2 മൗലിദുണ്ട്, ഷറഫൽ അനാമും അതുപോലെ മങ്കൂസ് മൗലിദും. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രമാക്കണ്ട, മുജാഹിദിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മൗലിദാണ് ബർസഞ്ചി മൗലിദ്, അതും കൂടി ഉണ്ടായിക്കോട്ടെ. ആദ്യം 3 മൗലിദ് നടത്തുക,
പിന്നെ വേറെ 3, പിന്നെ 3, അങ്ങനെ 3 നമുക്ക് സംവാദം അങ്ങനെ നടത്തിപ്പോകാം. ഇതാണ് ഞാനെന്ന് പറഞ്ഞത്. എന്നിട്ട് മുജാഹിദ് മൗലവി പറഞ്ഞത് എന്താണ്? ആകെ 5 മൗലിദ് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തതൊന്നും പറ്റൂല, മൗലിദ് കിതാബ് അംഗീകരിക്കൂല. അത് അന്ന് അവിടെ വെച്ച് തള്ളി. പുതിയ ദുഷ്പ്രചരണം. കേട്ടോളൂ, ഞങ്ങൾ അന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോളൂ. ആ 3-നെ കുറിച്ച് വാദപ്രചാരണം ചെയ്യാങ്ങളുണ്ടോ? അത് കഴിഞ്ഞിട്ട് 2-ാം ദിവസം നമുക്ക് വേറെയുള്ള 3, അങ്ങനെ 3 പോട്ടാണ്ട് എല്ലാം വാദപ്രതിവാദം ചെയ്യാം. എന്താ അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതല്ലാതെ ഒരു 66 ആവട്ടെ 126 ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രതിവാദം നടക്കൂല എന്നതും ഉറപ്പാണ്. ഒരു 66 ആവട്ടെ 126 ആവട്ടെ എല്ലാ വകയും കൂടി ഒരു വാദപ്രതിവാദം നടക്കൂല എന്നതും ഉറപ്പാണ്. ഇത് അപ്രായോഗികമാണ്, നടക്കരുത് എന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഒരു വാദപ്രതിവാദത്തിൽ ആയിരക്കണക്കായ 100 കണക്കായ മൗലിദുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രായോഗികമാണ് എന്ന ബാലപാഠം അറിയാത്തവർ ഇവിടെ ഇരിക്കുന്നവർ ആരുമില്ല. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ 3 മൗലിദുകളെ കുറിച്ച് ആദ്യം സംവാദം നടക്കട്ടെ, ശേഷം പിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3-നെ കുറിച്ച് ഞങ്ങൾ പറയും. മൂന്നാമത്തെ സംവാദത്തിൽ അടുത്ത 3 പറയും. ഇത് ഏവർക്കും ലളിതമായി തിരിയുന്ന കാര്യമാണ്. 10,000-കണക്കിന് അല്ലെങ്കിൽ വലിയ വലിയ ഇമാമുകൾ രചിച്ചിട്ടുള്ള മൗലിദിന്റെ കിതാബുകൾ, അതിന്റെ എല്ലാം കൂടി ലിസ്റ്റ് ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ്, 100 വട്ടം ബുദ്ധിശൂന്യതയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല ഈ മൗലിദുകളൊന്നും. അത് നിങ്ങളുടെ പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ അൽ മുർഷിദ് പ്രസ്സിൽ നിന്ന്, മുജാഹിദിന്റെ CH പ്രസ് പോലത്തെ സ്വകാര്യ കമ്പനികളുടെ പ്രസ്സിൽ നിന്നാണ് അത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് അതിനുള്ള വകകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാഹളം കെട്ടി തിരൂരങ്ങാടിൽ പോയി മുജാഹിദ് പ്രസ്സിലുള്ളവരോടും മുജാഹിദ് പ്രവർത്തകരായ അവരോടും നിങ്ങൾ കാഹളം കെട്ടി പറയണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. കേട്ടോ, നിങ്ങൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും മുജാഹിദ് ഈ ദുഷ്പ്രചരണവുമായി നടക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. നിങ്ങൾ നോക്ക്, മുജാഹിദ് പറഞ്ഞു ആകെ 3 എണ്ണത്തിന് മാത്രമേ വാദപ്രതിവാദത്തിനുള്ളൂ. പിന്നീട് അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ 5 എണ്ണത്തിന് മാത്രമേ വാദപ്രതിവാദത്തിനുള്ളൂ എന്നാണ് വല്ലപ്പുഴയിൽ അവർ സമ്മതിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും ദുഷ്പ്രചരണം. അതും ശരിയല്ല. അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് ആദ്യം 3, പിന്നെ 3 പോകട്ടെ, അങ്ങോട്ട് വാദപ്രതിവാദത്തിന്റെ ശൃംഖല തന്നെ നമുക്ക് നടത്താം. കേട്ടോളൂ നിങ്ങൾ, ഇത് ഈ സത്യത്തെയാണ് ഇവിടെ കുഴിച്ചു മൂടുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതൊന്ന് കേട്ടോളൂ. 1-ാം ഘട്ടം ഈ 3 മൗലിദുകൾ, 1-ാം ഘട്ടം ഈ 3 മൗലിദ്, 2-ാം ഘട്ടം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പുള്ള ഒരു 5 എണ്ണം ഇവിടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 എണ്ണം, അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെ കുറിച്ചും വാദപ്രതിവാദമാവട്ടെ. കണ്ടോ, ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആകെ 3 മൗലിദ് അല്ലെങ്കിൽ 5 മൗലിദ് എന്നല്ല. സ്വകാര്യ കമ്പനികളാണ് സഹോദരന്മാരെ ഈ മൗലിദ് കിതാബൊക്കെ ഇറക്കുന്നത്. CH പ്രസ്, അൽ മുർഷിദ് പ്രസ്, അതുപോലെ അഷ്റഫി ബുക്സ്, ഇങ്ങനെ കുറെ ബുക്സുകൾ സ്വകാര്യ കമ്പനിക്കാർ അച്ചടിച്ചു വിടുകയാണ്. അതിൽ അവർക്ക് തോന്നിയതൊക്കെ വകകളൊക്കെ കൂട്ടുന്നു, ചില തിരിമറികൾ നടത്തുന്നു. അതുകൊണ്ട് സ്വകാര്യ കമ്പനിക്കാർ അച്ചടിച്ചു വിടുന്ന എല്ലാ മൗലൂദും കൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് പരിശോധിച്ച ശേഷമേ പറ്റുകയുള്ളൂ. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. എന്നിട്ട് മുജാഹിദ് പറഞ്ഞതോ 66 വക ഏട് കൊണ്ടുവന്നപ്പോ അലവി സഖാവി പറഞ്ഞു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ആകെ 5 മൗലിദ് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു.